ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായ സോളിന് സമീപം US സൈനിക ബേസിൽ രാസചോർച്ച. വൈറ്റ് ഫോസ്ഫറസ് ആണ് ചോർന്നത്. ചോർച്ചയെ തുടർന്ന് മേഖലയിലെ സാധാരണക്കാരെ ദക്ഷിണ കൊറിയൻ അധികൃതർ ഒഴിപ്പിച്ചിരുന്നു. പ്യോങ്ടേക് നഗരത്തിലെ ഓസാൻ എയർബേസിൽ ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. ചോർച്ച കണ്ടെത്തി മണിക്കൂറുകൾക്കുള്ളിൽ അത് പരിഹരിച്ചു. ചോർച്ച കണ്ടെത്തിയ ഉടൻ പോലീസ് വാഹനങ്ങൾ ബേസിന് 500 മീറ്റർ അകലത്തിൽ സുരക്ഷാ വലയം തീർത്തു. കാൽനട യാത്രക്കാരെ തടയുകയും വാഹനങ്ങൾ വഴിതിരിച്ചുവിടുകയും ചെയ്തിരുന്നു. അതേസമയം US സൈന്യം സംഭവത്തെക്കുറിച്ച് കൂടുതൽ പ്രതികരണങ്ങൾ നൽകിയിട്ടില്ല. ആയുധങ്ങളിലും പുകശെല്ലുകളിലും ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് വൈറ്റ് ഫോസ്ഫറസ്. ഇത് കത്തുന്നത് കെട്ടിടങ്ങൾക്ക് തീപിടിക്കുന്നതിനും മാരക പൊള്ളലുകൾ ഏൽക്കുന്നതിനും കാരണമാകാം. അമേരിക്കയിലെ സിയാച്ചിലിൽ ഫുഡ് ഫെസ്റ്റിവലിനിടെ ഉണ്ടായ വെടിവെപ്പിലും 2 പേർ കൊല്ലപ്പെട്ടിരുന്നു. പ്രാദേശിക ഭക്ഷണ സ്റ്റാളുകളും തത്സമയ സംഗീത പരിപാടികളും ഉൾപ്പെടുന്ന ബൈറ്റ് ഓഫ് സിയാറ്റിൽ എന്ന പരിപാടിക്കിടെയാണ് വെടിവെപ്പുണ്ടായത്. സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസമാണ് സംഭവം. നഗരത്തിലെ പ്രശസ്തമായ സ്പേസ് നീഡിൽ സ്മാരകത്തിനടുത്തായിരുന്നു പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി ഹാർബർ വ്യൂ മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റി. വെടിവെപ്പിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. തിരക്കേറിയ വേദിയിൽ പെട്ടെന്ന് വെടിയൊച്ച മുഴങ്ങുന്നതും തുടർന്ന് ആളുകൾ ഭീതിയോടെ ചിതറിയോടുന്നതുമായ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. കുറഞ്ഞത് 8 വെടിയൊച്ചകൾ കേട്ടെന്നും തുടർന്ന് ആളുകൾ പരിഭ്രാന്തരായി ഓടുകയായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. വെടിവെപ്പുമായി ബന്ധപ്പെട്ട് ആരെയെങ്കിലും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കുമെന്നും പോലീസ് പറഞ്ഞു. 1982 ആരംഭിച്ച ബൈറ്റ് ഓഫ് സിയാറ്റിൽ ഫെസ്റ്റിവൽ 3 ദിവസങ്ങളിലായി പ്രാദേശിക ഭക്ഷണവും പാനീയവും പലവിധ ആഘോഷങ്ങളും ഉൾക്കൊള്ളുന്ന പരിപാടിയാണ്. പ്രതിവർഷം ഏകദേശം 3.5 ലക്ഷം പേരാണ് ഈ മേളയിൽ പങ്കെടുക്കുന്നതെന്നാണ് വിവരങ്ങൾ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാനുമായുള്ള നാശനഷ്ടങ്ങൾക്കും പരിഹാരമായി അമേരിക്കയുടെ പക്കലുള്ള ഇറാനിയൻ ആസ്തികൾ ഉപയോഗിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഇത് നീതിയുക്തമായ കാര്യമാണെന്നായിരുന്നു അദ്ദേഹം വിശേഷിപ്പിച്ചത്. അടുത്ത അറിയിപ്പുണ്ടാകുന്നതുവരെ ഇനി മുതൽ കപ്പലുകൾക്കോ ചരക്കുകൾക്കോ അവയുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും വസ്തുക്കൾക്കോ സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾക്കുള്ള പരിഹാരം അമേരിക്കയുടെ കൈവശമുള്ളതും നിയന്ത്രണത്തിലുള്ളതുമായ ഇറാന്റെ ആസ്തി ഉപയോഗിച്ച് നൽകുമെന്ന് ഈ പ്രസ്താവനയിലൂടെ അറിയിക്കുന്നു. ഈ നഷ്ടപരിഹാര തുക വളരെ വലുതായിരിക്കാൻ സാധ്യതയുണ്ടെങ്കിലും നീതിപൂർവവും ന്യായയുക്തവുമായ നടപടിയാണിതെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഹോർമൂസിൽ ഇറാനും ചെങ്കടലിൽ ഹൂതി വിമതരും വാണിജ്യ കപ്പലുകൾക്കു നേരെ ആക്രമണം നടത്തിവരുന്ന പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇറാന്റെ $100 ബില്യൺ വരുന്ന ആസ്തികൾ മറ്റു രാജ്യങ്ങൾ മരവിപ്പിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ. സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട് ഈ ആസ്തികൾ വിട്ടുകിട്ടണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു. ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ രൂക്ഷമായ പ്രതികരണവുമായി ഇറാൻ രംഗത്തെത്തി. മറ്റൊരു രാജ്യത്തിന്റെ ആസ്തികൾ പിടിച്ചെടുക്കുന്നത് പ്രകോപനപരമാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. അത്തരം ഫണ്ടുകളിൽ സന്തോഷിക്കുന്നവരും ലാഭം നേടുന്നവരും ഓർക്കണം, ഒരിക്കൽ സർക്കാരുകൾ കണ്ടുകെട്ടൽ സാധാരണ നിലയിലാക്കി ആരുടെയും സ്വത്തുകൾ സുരക്ഷിതമായിരിക്കില്ല. തുടർന്നുള്ള കാര്യങ്ങൾ മനോഹരമോ സമാധാനപരമോ ആയിരിക്കുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ജൂൺ മുതൽ പാക് സുരക്ഷാ സേനയും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ സംഘർഷങ്ങളിൽ 80 പേരും മരിച്ചു. 400 പേർക്ക് ജീവൻ നഷ്ടമായെന്ന് JAAC അവകാശപ്പെട്ടു. ഫെഡറൽ സർക്കാരും പ്രാദേശിക സർക്കാരുകളും POKയെ തിരിഞ്ഞു നോക്കിയില്ലെന്നാരോപിച്ച് അവിടുത്തുകാർ കാലങ്ങളായി ജനകീയ സമരത്തിലാണ്. പ്രതിഷേധങ്ങളുടെ പേരിൽ JAACയെ നിരോധിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.